ഒരു തീവണ്ടി അതിന്റെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ഒരിക്കലും നിർത്താതെ പോയാലോ? പതിറ്റാണ്ടുകൾക്ക് ശേഷം കാലത്തിന്റെ പിടിയിൽ കുടുങ്ങിയ യാത്രക്കാരുമായി വീണ്ടും പ്രത്യക്ഷപ്പെട്ടാലോ? ഇതാണ് അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായ ട്രെയിനിന്റെ വേട്ടയാടുന്ന രഹസ്യം. ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷന്റെ തിരക്കിനിടയിൽ പതിറ്റാണ്ടുകളായി അന്വേഷണ ഉദ്യോഗസ്ഥരെയും കഥാകൃത്തുക്കളെയും അമ്പരപ്പിച്ച ഒരു മരവിപ്പിക്കുന്ന നിഗൂഢത നിലനിൽക്കുന്നു. നാട്ടുകാർക്കിടയിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും പതിഞ്ഞ സ്വരത്തിൽ പറയുന്നതും അതിന്റെ ഭയാനകമായ പ്രത്യാഘാതങ്ങളെ ഭയപ്പെടുന്നവർ അവഗണിക്കുന്നതുമായ ഒരു കഥയാണിത്. ഒരിക്കലും നിർത്താത്ത ട്രെയിനിന്റെയും വായുവിൽ അപ്രത്യക്ഷരായ യാത്രക്കാരുടെയും കഥയാണിത്. വർഷം 1995. മൂടൽമഞ്ഞുള്ള ഒരു ശൈത്യകാല രാത്രിയിൽ രാത്രി 11:45 മണിന് തിരക്കേറിയ ഭൈരവ്ഗൽ സ്റ്റേഷനിൽ നിന്ന് 1012 നമ്പർ ട്രെയിൻ പുറപ്പെടാൻ നിശ്ചയിച്ചിരുന്നു. അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് പോകുന്ന ഒരു പതിവ് പാസഞ്ചർ ട്രെയിനായിരുന്നു അത്. ആളുകൾ കയറുന്നുണ്ടായിരുന്നു, ടിക്കറ്റ് ശേഖരിക്കുന്നവർ തിരക്കിലായിരുന്നു. അവസാന നിമിഷത്തെ വിടവാങ്ങലുകളുടെയും പ്രഖ്യാപനങ്ങളുടെയും ശബ്ദങ്ങൾ കൊണ്ട് പ്ലാറ്റ്ഫോം സജീവമായിരുന്നു. എല്ലാം സാധാരണമാണെന്ന് തോന്നി. പക്ഷേ പിന്നീട് വിശദീകരിക്കാനാകാത്ത എന്തോ ഒന്ന് സംഭവിച്ചു. പൂർണ്ണമായും കാർ നിറച്ച് പുറപ്പെടാൻ തയ്യാറായ ട്രെയിൻ പതുക്കെ നീങ്ങിത്തുടങ്ങി. പക്ഷേ പ്ലാറ്റ്ഫോമിലൂടെ ഉരുണ്ടു നീങ്ങിയപ്പോൾ അത് ഒരിക്കലും വേഗത കൈവരിച്ചില്ല. പകരം അത് അപ്രത്യക്ഷമായി. പൂർണ്ണമായും. സ്റ്റേഷനിൽ നിന്ന് പുറത്തുകടക്കുന്നത് ആരും കണ്ടില്ല. അതിന്റെ ട്രാക്കുകൾ തടസ്സമില്ലാതെ തുടർന്നു. ട്രെയിൻ പോയി. ആദ്യം ആശയവിനിമയത്തിലെ പിഴവോ സാങ്കേതിക തകരാറോ ആണെന്ന് അധികൃതർ കരുതി. എന്നാൽ മണിക്കൂറുകൾ ദിവസങ്ങളായി മാറിയപ്പോൾ പരിഭ്രാന്തി പരന്നു. 50 യാത്രക്കാരെയും ജീവനക്കാരെയും കാണാതായതായി റിപ്പോർട്ടുണ്ട്. ഉത്തരങ്ങൾക്കായി കൊതിച്ച അവരുടെ കുടുംബങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല. തിരച്ചിൽ സംഘങ്ങൾ ട്രാക്കുകളിലും പരിസര പ്രദേശങ്ങളിലും അരിച്ചുപെറുക്കി. പക്ഷേ ഒരു തെളിവുപോലും കണ്ടെത്തിയില്ല. ട്രെയിൻ വായുവിലേക്ക് അപ്രത്യക്ഷമായതായി തോന്നി. വർഷങ്ങൾ കടന്നുപോയി. ട്രെയിൻ 1012ന്റെ നിഗൂഢത നഗര ഇതിഹാസമായി മാറി. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. 25 വർഷങ്ങൾക്ക് ശേഷം 2020-ൽ വിചിത്രമായ റിപ്പോർട്ടുകൾ പുറത്തുവരാൻ തുടങ്ങി. ഭൈരവ്ഗഡ് സ്റ്റേഷൻ സമീപമുള്ള നാട്ടുകാർ ഒരു ട്രെയിൻ കണ്ടതായി അവകാശപ്പെട്ടു. ട്രാക്കുകളിലല്ല, മറിച്ച് മൂടൽമഞ്ഞിലൂടെ തെന്നി നീങ്ങുന്നു. അതിന്റെ വെളിച്ചം മങ്ങുന്നു. വിസിൽ ഭയങ്കരമായി അകലെയാണ്. ഈ നാട്ടുകാരിൽ ഒരാളായ മീര എന്ന യുവ പത്രപ്രവർത്തക അന്വേഷിക്കാൻ തീരുമാനിച്ചു. ജിജ്ഞാസയും വ്യക്തിപരമായ ബന്ധവും. അവളുടെ അച്ഛൻ 1995-ൽ ആ ട്രെയിനിൽ അപ്രത്യക്ഷനായി. മീര വിഘടിച്ച വിവരണങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ തുടങ്ങി. അവൾ അസ്വസ്ഥമായ ഒരു പാറ്റേൺ കണ്ടെത്തി. ട്രെയിനിന്റെ സ്പെക്ട്രൽ ദൃശ്യങ്ങൾ എല്ലായ്പ്പോഴും നിർദ്ദിഷ്ട ആകാശ സംഭവങ്ങളുമായി പൊരുത്തപ്പെടുന്നു. പിന്നീട് തിരോധാനത്തിന്റെ 25 വാർഷികത്തിൽ മീര അവിശ്വസനീയമായ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു. ഭൈരവ്ഗഡ് സ്റ്റേഷനിൽ ട്രെയിൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വള്ളിച്ചെടികളും തുരുമ്പും ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരുന്നു. പക്ഷേ തീർച്ചയായും അത് അങ്ങനെ തന്നെയായിരുന്നു. നിഴൽ രൂപങ്ങൾ ഉള്ളിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ മീരയുടെ ഹൃദയം പടപടാന്നു. ഇവർ അപ്രത്യക്ഷരായ യാത്രക്കാരാണോ? ധൈര്യം സംഭരിച്ച് മീര ട്രെയിനിൽ കയറി. അകത്ത് സമയം മരവിച്ചതായി തോന്നി. യാത്രക്കാർ 1995-ൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ കാണപ്പെട്ടു. പ്രായമാകാത്തവരും ആശയക്കുഴപ്പത്തിലായവരും കഴിഞ്ഞുപോയ പതിറ്റാണ്ടുകളെക്കുറിച്ച് അറിയാത്തവരുമായി. അന്തരീക്ഷം അസ്വാഭാവികമായ ഒരു നിശ്ചലതയാൽ കനത്തതായിരുന്നു. പിന്നെ അവൾ അവനെ കണ്ടു. അവളുടെ അച്ഛൻ. സംസാരിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് ട്രെയിനിന്റെ വിസിൽ മുഴങ്ങി. അത് വീണ്ടും നീങ്ങിത്തുടങ്ങി. നിരാശയോടെ മീര തന്റെ അച്ഛനെ തന്നോടൊപ്പം പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു അദൃശ്യശക്തി അവനെ ട്രെയിനിൽ ബന്ധിച്ചതുപോലെയായിരുന്നു അത്. ഒരു നിഗൂഢ കണ്ടക്ടർ പ്രത്യക്ഷപ്പെട്ട് മീരയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ പോകൂ, അല്ലെങ്കിൽ എന്നേക്കുമായി കുടുങ്ങിപ്പോകും. ട്രെയിൻ വീണ്ടും അപ്രത്യക്ഷമായപ്പോൾ മീര കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ട്രെയിൻ ഒരു സമയചക്രത്തിൽ കുടുങ്ങിയതായും 25 വർഷത്തിലൊരിക്കൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതായും വിലക്കപ്പെട്ട ആചാരങ്ങളിലൂടെ അമർത്യത തേടുന്ന ഒരു പഴയ റെയിൽവേ മുതലാളിയുടെ ഒരു പുരാതന ശാപത്താൽ ബന്ധിതമാണെന്നും അവളുടെ അന്വേഷണത്തിൽ വ്യക്തമായി. അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട പരീക്ഷണത്തിൽ യാത്രക്കാർ കൊളാറ്ററൽ നാശനഷ്ടങ്ങളായിരുന്നു. ശാപം തകർക്കാൻ ദൃഢനിശ്ചയം ചെയ്ത മീര മറന്നുപോയ ലൈബ്രറികളിലും മറഞ്ഞിരിക്കുന്ന ആർക്കൈവുകളിലും ഉത്തരങ്ങൾ തേടി. ഒരു ആചാരത്തെക്കുറിച്ച് സൂചന നൽകുന്ന ജേണലുകൾ, പുരാതന ചിഹ്നങ്ങൾ, മറന്നുപോയ രേഖകൾ എന്നിവ അവൾ കുഴിച്ചെടുത്തു. അടുത്ത ചക്രം വരെ ട്രെയിനിൽ തന്നെ തുടരാൻ ധൈര്യമുള്ള ഒരാൾക്ക് അത് ആവശ്യമായിരുന്നു. ആചാരം ശരിയായി നടത്തിയാൽ യാത്രക്കാരെ മോചിപ്പിക്കാൻ കഴിയും. എന്നാൽ അതിന്റെ വില സങ്കൽപ്പിക്കാനാവാത്തതായിരുന്നു. സ്വന്തം ജീവിതത്തിന്റെയും നിലനിൽപ്പിന്റെയും ത്യാഗം. മീരയുടെ തീരുമാനം അവളുടെ മേൽ ഒരു ഭാരമായി. ട്രെയിൻ വീണ്ടും പ്രത്യക്ഷപ്പെടാനുള്ള തീയതി അടുത്തപ്പോൾ അവൾ സ്വയം തയ്യാറെടുത്തു. താൻ ശേഖരിച്ച അറിവും ഉപകരണങ്ങളും ഉപയോഗിച്ച് സ്പെക്ട്രൽ ട്രെയിനിനെ ഒരിക്കൽ കൂടി നേരിടാൻ അവൾ തീരുമാനിച്ചു. ഇത്തവണ ഒരു പത്രപ്രവർത്തകയായി മാത്രമല്ല, കുടുങ്ങിക്കിടക്കുന്ന ആത്മാക്കളുടെ രക്ഷകയായും.
അവളുടെ അച്ഛനും വേണ്ടി. 2045-ലെ ആ നിർഭാഗ്യകരമായ രാത്രിയിൽ ട്രെയിൻ എത്തിയപ്പോൾ മീരയുടെ നിഴൽ മൂടൽമഞ്ഞിലേക്ക് അപ്രത്യക്ഷമായി, അതിന്റെ പ്രേതവിസിൽ രാത്രിയിൽ പ്രതിധ്വനിച്ചു. മുമ്പൊരിക്കലും ഇല്ലാത്തത്ര തിളക്കമുള്ള ഒരു പ്രകാശം തങ്ങൾ കണ്ടതായും മങ്ങിയ ശബ്ദങ്ങൾ കേട്ടതായും സാക്ഷികൾ അവകാശപ്പെട്ടു. നൂറുകണക്കിന് ആത്മാക്കൾ ഒടുവിൽ മോചിതരായതുപോലെ. എന്നാൽ മൂടൽമഞ്ഞ് മാറിയപ്പോൾ ട്രെയിനോ മീരയോ പിന്നീടൊരിക്കലും കണ്ടില്ല. ഇന്നും ഒരിക്കലും നിലയ്ക്കാത്ത തീവണ്ടിയുടെ ഇതിഹാസം നിലനിൽക്കുന്നു. മീര ശാപം തകർക്കുന്നതിൽ വിജയിച്ചോ? അതോ നിത്യമായ ലോക്കോമോട്ടീവിൽ അവൾ മറ്റൊരു നഷ്ടപ്പെട്ട ആത്മാവായി മാറിയോ? നമുക്ക് ഒരിക്കലും അറിയില്ലായിരിക്കാം. ട്രെയിൻ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? അതിൽ കയറാൻ ധൈര്യപ്പെടുമോ? താഴെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളോട് പറയുക. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത തവണ വരെ ജിജ്ഞാസയോടെയിരിക്കുക, സുരക്ഷിതരായിരിക്കുക.